യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 3 മുതൽ താഴോട്ട് വായിക്കാം. അവൻ യഹൂദദേശം വിട്ട് പിന്നെയും ഗലീലയിലേക്ക് യാത്രയായി. അവൻ ശമര്യയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. അങ്ങനെ അവൻ സുഖാർ എന്നൊരു ശമരിയ പട്ടണത്തിൽ യാക്കോബ് തന്റെ പുത്രനായ യോസഫിന് കൊടുത്ത നിലത്തിനരികെ എത്തി. അവിടെ യാക്കോബിന്റെ ഉറവുണ്ടായിരുന്നു. യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെ ഇരുന്നു. അപ്പോൾ ഏകദേശം 6-ാം മണി നേരമായിരുന്നു. ഒരു ശമര്യ സ്ത്രീ വെള്ളം കോരുവാൻ വന്നു. യേശു അവളോട്, എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് ചോദിച്ചു. അവന്റെ ശിഷ്യന്മാർ ഭക്ഷണസാധനങ്ങളെ കൊള്ളുവാൻ പട്ടണത്തിൽ പോയിരുന്നു. ശമര്യ സ്ത്രീ അവനോട്, നീ യഹൂദനായിരിക്കെ ശമര്യക്കാരിയായ എന്നോട് കുടിക്കുവാൻ ചോദിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. യഹൂദന്മാർക്കും ശമര്യക്കാർക്കും തമ്മിൽ സമ്പർക്കമില്ല. അതിന് യേശു, നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിക്കുവാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞു എങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. സ്ത്രീ അവനോട്, യജമാനനെ, നിനക്ക് കോരുവാൻ പാത്രമില്ലല്ലോ, കിണർ ആഴമുള്ളതാകുന്നു, പിന്നെ ജീവനുള്ള വെള്ളം നിനക്ക് എവിടെ നിന്ന്? ഈ ഭാഗം നമ്മൾ പലപ്പോഴും ഒത്തിരി പ്രാവശ്യം ഡിസ്കസ് പഠിച്ച ഒരു വേദഭാഗമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഈ സംഭവ കഥയോ ആ സംഭവ കഥയിൽ നിന്ന് വരുന്ന മെസ്സേജ് ഒന്നും അല്ല ദൈവം ഇന്ന് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. വേറെ ചില ആസ്പെക്റ്റാണ് നമ്മളുടെ ഉത്തരവാദിത്തമോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫുമായി ബന്ധപ്പെട്ട നമ്മുടെ ഉത്തരവാദിത്ത മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ദൈവം ഈ ശമര്യക്കാരത്തിയുടെ ഈ സംഭവത്തിലൂടെ അല്ലെങ്കിൽ ആ സംഭവ കഥയിലൂടെ ഇന്ന് നമ്മളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ ശമര്യക്കാരി സ്ത്രീ ചോദിക്കുന്ന 9-ാമത്തെ വാക്യം, ശമര്യ സ്ത്രീ അവനോട്, നീ യഹൂദനായിരിക്കെ ശമര്യക്കാരിയായ എന്നോട് കുടിക്കുവാൻ ചോദിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. യഹൂദന്മാർക്കും ശമര്യക്കാർക്കും തമ്മിൽ സമ്പർക്കമില്ല. അതിന് യേശു, നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ നമ്മുടെ പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ഇന്നലെ നമ്മൾ ചില കാര്യങ്ങൾ കണ്ടു. യേശുവിനോട് സഹായം ചോദിക്കണം. പർവ്വതമല്ല പ്രശ്നം, നമ്മൾ സഹായം ചോദിക്കാത്തതാണ് പ്രശ്നം, അല്ലെങ്കിൽ സഹായം എടുക്കേണ്ടവണ്ണം എടുക്കാത്തതാണ് പ്രശ്നം. യേശുവിനെ യൂട്ടിലൈസ് ചെയ്യേണ്ടവണ്ണം യൂട്ടിലൈസ് ചെയ്യാത്തതാണ് പ്രശ്നം. ഇന്നത്തെ ഈ വചനത്തിലും ദൈവം പിന്നെയും അത് വീണ്ടും ഓർപ്പിക്കുന്നു. യേശു പറഞ്ഞ ഒരു കാര്യം ഇതാണ്. 10-ാം വാക്യത്തില്, നീ ദൈവത്തിന്റെ ദാനവും, അതിന്റെ വാക്കിന്റെ സെന്റൻസ് സ്ട്രക്ചറിൽ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ വരാം. ജീസസ് answered and said to her, if you know the gift of God and who it is who says to you. അതായത് യേശു നമ്മളോട് പറയണേ, നമ്മളോട് ഓരോരുത്തരോടും പറയാ, ഇത് കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളോടും പറയാ, നിങ്ങൾക്ക് യേശു ആരാന്നറിയുകയും യേശുവിന് എന്തൊക്കെ തരാൻ പറ്റുമെന്ന് അറിയുകയും ചെയ്യുമെങ്കിൽ നിങ്ങൾ ചോദിക്കുകയും നിങ്ങളുടെ ആൻസർ നിങ്ങൾ നേടിയെടുക്കുകയും ചെയ്യും എന്നാണ് യേശു നമ്മളോട് പറയുന്നത്. ഞാൻ പിന്നെയും റിപ്പീറ്റ് ചെയ്യാം. ഇഫ് യു നോ ഹൂ ഇസ് ജീസസ്
and his ability to provide things or solve things. Hallelujah. Oh, and give answers. Hallelujah. If you know it, you would ask him and get your answer. അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കറിയാൻ പറ്റും യേശുവിന് എന്തൊക്കെ തരാൻ പറ്റും, അല്ലെങ്കിൽ യേശുവിന് എല്ലാം തരാൻ പറ്റും. ഹീ ഈസ് ദ വൺ, ഹീ ക്യാൻ ഡു എവറിത്തിങ്. നമ്മൾ കഴിഞ്ഞ ദിവസം പ്രോവർബൊക്കെ 16-ാം അധ്യായമൊക്കെ ചിന്തിച്ചപ്പോൾ ഈ 16-ാം അധ്യായത്തിൽ തന്നെ വേറൊരു വാക്യം കൂടെ ജസ്റ്റ് ഒരു ശ്രദ്ധയിൽപ്പെടുത്താം. 16-ാം അധ്യായത്തിലെ 4-ാം വാക്യം, യഹോവ സകലത്തെയും തൻ്റെ ഉദ്ദേശത്തിനായി ഉണ്ടാക്കിയിരിക്കുന്നു, അനർത്ഥ ദിവസത്തിനായി ദുഷ്ടനെയും കൂടെ. അതായത് നമ്മൾ പഠിച്ചത് പ്രോവർബിൻ്റെ 16-2 മനുഷ്യന് തൻ്റെ വഴികളൊക്കെയും വെടിപ്പായി തോന്നുന്നു, യഹോവയോ ആത്മാക്കളെ തൂക്കി നോക്കും. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പല കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. കാരണം ആത്മാവിൻ്റെ അതിലാണ് കാര്യം ഇരിക്കുന്നത്. അതേ അധ്യായത്തിൽ തന്നെ ഫർദറായിട്ട് എഴുതിയേക്കുന്നൊരു വാക്യമാണ് കുറച്ചു മുമ്പ് വായിച്ച 4-ാം വാക്യം, അനർത്ഥ ദിവസത്തിനായി ദുഷ്ടനെ കൂടെ. അപ്പം ഈവൻ ദുഷ്ടന്റെ സിസ്റ്റം പോലും ദൈവത്തിന് കൺട്രോളില്ല. ഇനി 9-ാം വാക്യം നോക്കിയേ, മനുഷ്യന്റെ ഹൃദയം തൻ്റെ വഴികളെ നിരൂപിക്കുന്നു, അവൻ്റെ കാലടികളെയോ യഹോവ ക്രമപ്പെടുത്തുന്നു. ഞാൻ ഇംഗ്ലീഷിൽ വായിക്കാം. ദ മൈൻഡ് ഓഫ് മാൻ പ്ലാൻസ് ഹിസ് വേ. അത് ശരിക്കും പറഞ്ഞാൽ ഹാർട്ട് ഓഫ് മാൻ പ്ലാൻസ് ഹിസ് വേ എന്നാണ് ശരിക്കും വരിക. ബട്ട് ദ ലോർഡ് ഡയറക്ട്സ് ഹിസ് സ്റ്റെപ്പ്. ഇൻ അതർ വേർഡ്സ്, നമ്മൾ ഇതൊക്കെ ഒരുമിച്ച് വായിക്കുമ്പോൾ ഈ അതായത് ഒരു മനുഷ്യൻ അയാൾ ഒത്തിരി കാര്യമൊക്കെ പ്ലാൻ ചെയ്താലും അയാൾ എന്ത് ചെയ്യണമെന്ന് നിശ്ചയിക്കുന്നത് ദൈവമാണെന്നാണ് ഇവിടെ എഴുതിയേക്കണേ. അത് ആര് തന്നെ ആയിക്കോട്ടെ, ഏത് മനുഷ്യൻ. ഇത് പിന്നെ എവിടെ എഴുതിയിരിക്കുന്നു, അനർത്ഥ ദിവസനായ ദുഷ്ടനെ. അപ്പൊ ദുഷ്ടനെയും കൺട്രോൾ ചെയ്യുന്നത് ദൈവമാണ്. അപ്പൊ നല്ലവനെയും ദുഷ്ടനെയും കൺട്രോൾ ചെയ്യുന്നതും നല്ല കാര്യങ്ങൾ തരുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ദൈവം നമ്മുടെ ആത്മമണ്ഡലങ്ങളെ ഉയർത്തി, നമ്മളുടെ ആ പരിജ്ഞാനത്തിൻ്റെ മണ്ഡലം, നോളജിൻ്റെ മണ്ഡലത്തെ ഉയർത്തി നമ്മളെ കൊണ്ട് ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളെ നേടിയെടുക്കുകയും സാത്താൻ്റെ ഫൈറ്റിങ്ങിൽ അല്ലെങ്കിൽ സാത്താനിക സിസ്റ്റത്തിൽ നിന്ന് നമ്മളെ ജയിപ്പിച്ച് ക്വാളിഫൈ ചെയ്തെടുക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ദൈവത്തിൻ്റെ. അതായത് ഇപ്പോൾ നമുക്കൊരു പ്രതിബന്ധമില്ല, ഒരു തടസ്സമില്ല, നമുക്കൊരു അറ്റാക്കോ ഒന്നുമില്ല എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരിക്കലും ജയിക്കത്തില്ല. അല്ലെങ്കിൽ ഇൻ അതർ വേഴ്സ്, ഒരു സർവകലാശാലയിൽ നമ്മളൊരു കോഴ്സിന് ചേർന്നു, പക്ഷേ ആ കോഴ്സിന് യഥാർത്ഥമായ പരീക്ഷയില്ല. ആ കോഴ്സിന് ഇവൻ പഠിച്ചോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യാനൊരു മാർഗമില്ല എന്ന് കൂട്ടിക്കോ. അപ്പോൾ നിഷിക്കൊക്കെ അത് പെട്ടെന്ന് അറിയാം. അങ്ങനെയുള്ളൊരു കോഴ്സിന് വല്ല വിലയുണ്ടാവുമോ? അങ്ങനെയുള്ളൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ആരെങ്കിലും പുതിയ പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടി ഏൽപ്പിക്കുമോ? ഒരു കോഴ്സ് ഉണ്ടെങ്കിൽ ആ കോഴ്സ് പഠിച്ചാൽ അവൻ പഠിച്ചോ ഇല്ലയോ എന്നറിയാൻ ഒരു ടെസ്റ്റിംഗ് മെക്കാനിസം ഉണ്ടാവും. അതേപോലെ തന്നെ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ 21-ാം അധ്യായത്തിൽ കാണുന്ന ആ ഒരു സിസ്റ്റം നമ്മൾ ഒരിക്കലും മറക്കുവാൻ പാടില്ല. അവിടെ എഴുതിയിരിക്കുന്നത് ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും, അതായത് ജീവന്റെ നീരുറവ. അവന് ഞാൻ ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. അപ്പോൾ ദൈവം ഒരു ജയം തോൽവി സിസ്റ്റം വെച്ചിട്ടുണ്ട്. ആ ജയം തോൽവി സിസ്റ്റത്തിന്
നമ്മളെ തോൽപ്പിക്കുവാൻ പാകത്തിനൊരു ശക്തിയും ഒരു സിസ്റ്റവും കൂടും വേണം. അതാണ് നമ്മൾ കുറച്ചു മുമ്പ് വായിച്ചേ. അവൻ ദുഷ്ടനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അതായത് നമ്മളെ ചുമ്മാ അങ്ങ് ക്വാളിഫൈ ചെയ്യുന്ന ഒരു സിസ്റ്റം അല്ല, അല്ലെങ്കിൽ ഒരു ദൂതന്മാരെ പോലെ ഒരു റോബോട്ടുകളെ പോലെ ഒന്നും അല്ല ദൈവം വെച്ചേക്കുന്നത്. ജയിച്ച് ക്വാളിഫൈ ചെയ്യുന്ന, ഹല്ലേലൂയ, ആമേൻ, ഓ ജീസസ്, ആമേൻ, ജയിച്ച് ക്വാളിഫൈ ചെയ്യുന്ന, ആമേൻ, പഠിച്ച കാര്യങ്ങളെ പഠിപ്പിച്ചിട്ട്, യെസ്, ആ പരീക്ഷയോ അല്ലെങ്കിൽ ആ ചില ഈ പറഞ്ഞ മാതിരി ചില സിസ്റ്റങ്ങളെ മുന്നിൽ കൊണ്ടുവച്ച് അവിടെയൊക്കെയും ജയിപ്പിച്ച് മുന്നോട്ട് പോകാനാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. നമ്മുടെ ആ കാഴ്ചപ്പാട് തന്നെ ഒന്ന് കറക്റ്റ് ചെയ്യണേ. ക്രിസ്ത്യൻ ലൈഫും നമ്മളെ ഏൽപ്പിച്ച ഓരോ ഉത്തരവാദിത്തങ്ങളും ജയിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിലോട്ട് വരണം. നമ്മൾ ഇന്നലെ കേട്ട ആ ഇന്നലെ കേട്ട ആ മൗണ്ടൻസ്, ആ 121 സങ്കീർത്തനത്തിൽ പറയുന്ന കാര്യം, അതായത് ഒരു തടസ്സമോ ഒരു മല കാണുമ്പം നമ്മുടെ മുന്നോട്ട് പോകുന്ന സ്ട്രാറ്റജി ദൈവത്തിൻ്റെ സഹായത്തോടു കൂടി അതിനെ മുന്നോട്ട് പോകുക എന്നാണ്. അല്ലാതെ മൗണ്ടൻ കാണുമ്പോൾ അവിടെ വെച്ച് നിർത്താനോ പിരിഞ്ഞോടാനോ അല്ലെങ്കിൽ വേറെ വഴിയെടുക്കാനൊന്നുമല്ല. ജസ്റ്റ് ടേക്ക് ഹെൽപ്പ് ഫ്രം ഗോഡ് ആൻഡ് പ്രൊസീഡ്. അതാണ് ദൈവം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ വന്നപ്പോൾ, ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മറക്കല്ലേ, അത് പരിശുദ്ധാത്മാവ് പ്രത്യേകമായ രീതിയിൽ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയായി. ഞാനത് പ്ലാൻ ചെയ്തൊന്നുമല്ല. അതിന് വളരെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ, ഈ ജയിക്കുന്ന കാര്യത്തിനും ആ ദൈവികമായ പദ്ധതിയുടെ കാര്യത്തിനും. അപ്പോൾ ഇവിടെ പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇന്നലത്തെ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് വേണമെങ്കിൽ കൂട്ടാം. അത് നിന്റെ കൂടെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ കപ്പാസിറ്റി, ദൈവം ആരാണെന്ന് നിനക്കറിയുകയും അവൻ ഇത് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നിനക്ക് അറിയുകയും ചെയ്യുമെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് തരുകയും ചെയ്യും. പ്രിയ മക്കളെ, നമ്മൾ ചോദിക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇന്നും ഇന്നലെയും പഠിച്ചതിനകത്ത് ഫസ്റ്റ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ശരിയാകാം. അതായത് നമുക്ക് പ്രതിബന്ധം വരും, പരീക്ഷ വരും, ടെസ്റ്റ് പേപ്പറൊക്കെ വരും, പ്രൊമോഷൻ കിട്ടേണ്ട ആവശ്യമുണ്ട്. അത് വരുമ്പോഴത്തേക്കും ഇട്ട് ഓടാനോ അല്ലെങ്കിൽ ലൂപ്പ് ഹോൾസ് കാണാനോ അല്ല ദൈവം പറയുന്നത്. ദൈവത്തിൻ്റെ സഹായം എടുക്കുക, ദൈവം ജയിപ്പിച്ചു തരും. ആമേൻ, ഹല്ലേലൂയ. അങ്ങനൊരു ജയിക്കുന്നവനാണ് അവൻ വാടാത്ത കിരീടം കൊടുക്കുന്നത്, ആ ജീവജലം അവകാശമായി കൊടുക്കുന്നത്, ഹല്ലേലൂയ, ആമേൻ, പുതിയ പേര് കൊടുക്കുന്നത് ജയിക്കുന്നവനാണ്. അപ്പോൾ ആ ജയം എല്ലാ മേഖലകളിലും എല്ലാ മണ്ഡലങ്ങളിലും ജയിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് ആദ്യം വേണം. ആമേൻ. ഇതും പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തിയപ്പോൾ അതിൻ്റെ കാഴ്ച അത് കിട്ടും. പലപ്പോഴും നമ്മൾ ഒരു പ്രശ്നമോ വരുമ്പോൾ അല്ലെങ്കിൽ പ്രതികൂലം വരുമ്പോൾ അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ ഒരു മെൻറ്റാലിറ്റി അല്ലേ. പക്ഷെ അങ്ങനെ അല്ല എന്നാണ് ദൈവം പറയണത്. അങ്ങനെ അല്ലാതെ നമ്മുടെ ആറ്റിറ്റ്യൂഡേ മാറണം, അതിൻ്റെ അപ്രോച്ചേ മാറണം. പരീക്ഷ വരട്ടെ, പക്ഷേ പരീക്ഷ ഇൻ ദ സെൻസ്, അതെ, പരീക്ഷ എന്ന് പറയുന്നത് ഇതുപോലത്തെ ചില കാര്യങ്ങൾ, അതായത് അഗെയിൻ ഈ പരീക്ഷ എന്ന് പറയുന്ന മലയാള വാക്കിന് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. നമ്മൾ കഴിഞ്ഞ പരീക്ഷയുടെ കേസുകളൊക്കെ പഠിച്ചായിരുന്നു. അതായത് പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. അതായത് ആ സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു, നമ്മൾ ശരിക്കും റെഡി ആയിട്ടാണ്, ശരിക്കും നമ്മളെ പഠിപ്പിച്ചിട്ടാണ് ഈ യേശു ടെസ്റ്റ് പേപ്പർ ഇടുകയുള്ളൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം കൊണ്ട് വെക്കുകയുള്ളൂ. ആ സമയത്ത് നമ്മൾ ജയിക്കണം. പക്ഷേ ഈ റെഡി ആകാതെ ദൈവത്തിന് നമ്മളെ ഒരു ടെസ്റ്റ് പേപ്പറിൽ കൊടുക്കുവാൻ ആഗ്രഹമില്ല. പക്ഷേ നമ്മളത് പ്രാർത്ഥിച്ച് അവോയ്ഡ് ചെയ്യണം. അല്ലെങ്കിൽ ഈ സാത്താൻ ചുമ്മാ ഒരു പരിപാടി ചെയ്യും, നമ്മളുടെ വീക്ക്നെസ് മുതലെടുത്തും അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥയെ മുതലെടുത്ത് അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പാപം ചെയ്യിച്ച് ദൈവമായിട്ടുള്ള ഇരിപ്പുവശം, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച ആ പരിശുദ്ധാത്മാവിൻ്റെ നമ്മുടെ ആത്മാവ് യേശുവിലും യേശുവിൻ്റെ ആത്മാവ് നമ്മളിലുമായിരിക്കുന്ന സ്റ്റാറ്റസ് എപ്പോഴും കീപ്പ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ സാത്താൻ എന്ത് ചെയ്യും? ഒന്നാം സ്റ്റാറ്റസിനെ ബ്രേക്ക് ചെയ്യാൻ നോക്കും, എന്നിട്ട് സാത്താൻ്റെ ആത്മാവിനെ കയറ്റിവിടാൻ നോക്കും. അതൊരു കേസ്.
അപ്പം നമ്മൾ ഓൾറെഡി ചില തെറ്റുകൾ കുറ്റങ്ങളിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചെയ്ത തെറ്റ് കുറ്റത്തിനെയൊക്കെ ബേസ് ചെയ്തിട്ട് അവൻ നമ്മളെ എന്തെങ്കിലും ഫർദറായിട്ടുള്ള ചില പരീക്ഷണത്തിലോട്ടോ അല്ലെങ്കിൽ ഫർദറായിലോട്ടോട്ടൊക്കെ അതായത് വാദിക്കാനും അങ്ങനത്തെ ചില പ്രശ്നങ്ങളിലോട്ടൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് ഈ യേശുവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. ഏറ്റവും ഞാൻ പിന്നെയും ഓർപ്പിക്കുന്നു, നമ്മുടെ സ്പിരിറ്റ് യേശുവിലും യേശുവിൻ്റെ സ്പിരിറ്റ് നമ്മളിലുമാകുന്ന സ്റ്റാറ്റസ് കീപ്പ് ചെയ്യുക. അങ്ങനെ കീപ്പ് ചെയ്ത ആൾ ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ദൈവത്തിൽ നിന്ന് എന്താ ഇൻസ്ട്രക്ഷൻ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കണം, ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിപ്പാൻ പ്രാർത്ഥിക്കണം, അന്നന്നത്തേക്കുള്ള ആഹാരം നൽകുവാൻ പ്രാർത്ഥിക്കണം. ഇന്നലെ നമ്മൾ ചിന്തിച്ചതുപോലെ ആ ദൈവികമായ സിസ്റ്റത്തിൽ തന്നെ ആയിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അതൊക്കെ മസ്റ്റായ കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ആ റിലേഷൻഷിപ്പ് അങ്ങനെ പോവുള്ളൂ, അല്ലെങ്കിൽ യഥാർത്ഥമായ ആ രീതിയിലോട്ട് പോവുള്ളൂ. അപ്പോൾ ഇതൊന്നും അറിയാതെയാണ് നമ്മൾ പലപ്പോഴും ഈ ദുഷ്ടപിശാചിൻ്റെ ഓരോ കെണിയിലകപ്പെട്ടുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഇതിനൊരു ഫണ്ടമെൻ്റലി ശരിക്കും ഇത് പഠിച്ചു കഴിഞ്ഞാൽ ആ കാര്യത്തിൻ്റെ ആ കൺഫ്യൂഷൻസ് അങ്ങ് മാറിക്കിട്ടും. ഞാൻ ഇതുവരെ നമ്മുടെ ഇതിനകത്തോട്ട് ശരിക്കും ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. ഈ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം പരിശുദ്ധാത്മാ അപ്പോൾ വേറെ ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഓർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം, എന്ത് തന്നെ വിഷയമാണെങ്കിലും ഹല്ലേലൂയ, യേശുവിനത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുക. അത് മാത്രമല്ല, യേശുവിനോട് ചോദിക്കേണ്ടത് പോലെ ചോദിക്കുക. ഇനി ചോദിക്കേണ്ട പോലെ ചോദിക്കാൻ അറിയില്ലെങ്കിൽ യേശുവിനോട് പറയാം, എനിക്ക് അറിയില്ല, പക്ഷേ അങ്ങേക്ക് അറിയാം, തരേണ്ട പോലെ തരാൻ, അല്ലെങ്കിൽ കാര്യം എങ്ങനെ അത് പെർഫെക്റ്റാക്കി തരണ്ടേന്ന് അങ്ങേക്കറിയാം. അത് ചെയ്തു തരണമേ എന്ന് ആത്മാർത്ഥമായി യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രാർത്ഥന കേട്ട് യെസാമേൻ ഉറപ്പായിട്ടും ഉത്തരം തരും. ഹല്ലേലൂയ. ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും വാല്യുബിളായ കാര്യമാണ് അവൻ്റെ സോൾ എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ പഠിച്ചത്. ഈ 4-ാം അധ്യായം നമ്മൾ വേറൊരു ആംഗിളിലൂടെ നോക്കാൻ പോവുകയാണ്. ഇനി നമ്മൾ ഇന്നലെ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ഒരു കാര്യം നമ്മൾ പഠിച്ചായിരുന്നു. അതായത് പിതാവ് യേശുവിൽ വസിച്ചിട്ട് അവൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. ഇവിടെ ഇങ്ങനെ എഴുതിയേക്കുന്നത് 10-ാം വാക്യം 14-10, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. അല്ലേ? അപ്പം ഈ ഒരു പ്രിൻസിപ്പിൾ, അതായത് യേശു എന്ന വ്യക്തി അല്ലെങ്കിൽ യേശു എന്ന ദൈവം ഈ ഭൂമിയിലായിരുന്നപ്പോൾ യേശു ചെയ്ത സകല കാര്യങ്ങളും, യേശു സംസാരിച്ച സകല കാര്യങ്ങളും പിതാവിൻ്റെ സ്പിരിറ്റ് അവനിൽ വന്നിട്ട്, അല്ലെങ്കിൽ അവനിൽ ആ പിതാവിൻ്റെ സ്പിരിറ്റിനെ ബേസ് ചെയ്ത് പിതാവിൻ്റെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ പിതാവ് പറയേണ്ട കാര്യമാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ ഒരു സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ട് ഈ 4-ാം അധ്യായത്തിലെ പ്രത്യേകിച്ച് ഈ ശമരിയക്കാരത്തി സ്ത്രീയുമായിട്ടുള്ള ഇൻ്ററാക്ഷൻ നമ്മൾ ഒന്ന് വിചിന്തനം ചെയ്യണം. കാരണം ഇത് നമുക്ക് ആപ്ലിക്കബിളാണ്. നമ്മൾ ദൈവത്തിൻ്റെ കാര്യം ചെയ്യുമ്പോൾ, ഞാൻ പിന്നെയും പറയുന്നു, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ശരിക്കും വന്നിട്ട് ആ ആത്മാവിൻ്റെ എക്സ്ചേഞ്ച് ശരിക്കും നടന്നിട്ട് യേശുവിനെ ശരിക്കും കേട്ടിട്ട് അവൻ പറയുന്ന കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ യേശു അങ്ങനെയാണ് ചെയ്തത്. ആ ഒരു വെളിച്ചത്തിൽ ഈ ഒരു 4-ാം അധ്യായത്തിലെ വാക്യങ്ങൾ നമുക്കൊന്നുകൂടെ നോക്കാം. ഇവിടെ എഴുതിയേക്കുന്നത്, അവൻ യഹൂദാദേശം വിട്ട് പിന്നെയും ഗലീലയിലേക്ക് യാത്രയായി. അവൻ ശമര്യയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. ഓക്കെ, അപ്പം ശമര്യയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു എന്ന് ഇവിടെ എഴുതിയിരിക്കുമ്പോൾ, and he had to pass through ശമരിയ. ആ എഴുത്തിൽ തന്നെ കണ്ടില്ലേ, അതായത് ഒരു മസ്റ്റായിട്ട് അങ്ങനെ തന്നെ ചെയ്യണം എന്ന് ഉള്ളൊരു ഇൻസ്ട്രക്ഷൻ്റെ പുറത്താണ് യേശു
ശമരിയെ കൂടെ പോയത്? ഇൻസ്ട്രക്ഷൻ്റെ ആരുടെ ആയിരിക്കും? പിതാവാകും ദൈവത്തിൻ്റെ തന്നെ ഇൻസ്ട്രക്ഷൻ. യെസ്, ഇന്ന് നീ ശമരിയെ പോണം. ഹല്ലേലൂയ. യേശു ഓഫ് കോഴ്സ് ദൈവമാണ്. അങ്ങനെ യേശു ആ പിതാവിൻ്റെ ഇൻസ്ട്രക്ഷൻ, ആശയം അല്ലെങ്കിൽ പിതാവിൻ്റെ ഇൻസ്ട്രക്ഷൻ വളരെ വ്യക്തമായി കിട്ടിയതിൻ്റെ പുറത്താണ് മസ്റ്റായിട്ട് ഹല്ലേലൂയ ശമരിയെ കൂടെ പോയത്. ഇതൊക്കെ ടൈം ബൗണ്ടഡ് ആയിട്ട് ദൈവം എക്സിക്യൂട്ട് ചെയ്ത ആ ഒരു ആശയത്തിലോട്ട് വന്നിട്ട് നമ്മൾ ഹല്ലേലൂയ. അവൻ സുഖാർ എന്നൊരു ശമരിയ പട്ടണത്തിൽ യാക്കോബ് തൻ്റെ പുത്രനായ യോസഫിന് കൊടുത്ത നിലത്തിനരികെ എത്തി. യേശുവിനപ്പം എവിടെ ചെല്ലണമെന്നറിയാം, അതിൽ കൂടെ പോകാൻ പറഞ്ഞു. കറക്റ്റ് സ്പോട്ട് അറിയാം. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആക്ഷൻ ചെയ്യേണ്ട രീതി ഇങ്ങനെയാണ്. അത്ര കറക്റ്റായിട്ട് ഇൻസ്ട്രക്ഷൻ പറഞ്ഞു തരും. ഹല്ലേലൂയ. യെസ്, ആ ചൂണ്ടലിടാൻ പോയ കാര്യം, ആ കഴുതക്കുട്ടീനെ എടുത്ത കാര്യം, മാളിക മുറി കിട്ടിയ കാര്യമൊക്കെ സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻ കൊടുത്ത് സ്പെസിഫിക്കലി അങ്ങനെ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തതാണ്. ആ ദൈവം തന്നെയാണ് ഇപ്പോഴും നമ്മുടെ ദൈവം. അവൻ തന്നെ നമ്മുടെ കൂടെ ഇരിക്കുന്നത്, നമ്മുടെ കാര്യവും ചെയ്തു തരുന്ന അവൻ തന്നെയാണ്. ജസ്റ്റ് ലിസൺ കെയർഫുള്ളി, ജസ്റ്റ് ഡു ഇറ്റ്. ഹല്ലേലൂയ. അപ്പോൾ പിതാവിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷൻ്റെ പുറത്താണ് യേശു ഇവിടെ വന്നേക്കണേ. കറക്റ്റായിട്ട് ഈവൻ അവൻ്റെ സമയവും കൂടും കറക്റ്റായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ യാക്കോബിന്റെ ഉറവുണ്ടായിരുന്നു. യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെ ഇരുന്നു. അപ്പോൾ ഏകദേശം 6 മണി നേരമായിരുന്നു. വെറുതെ അവിടെ എഴുതിയില്ല ടൈം. യേശു എപ്പോഴാ പോകണ്ടേ? എൻ്റെ നാഴികയുടെ സമയത്ത് തന്നെ യേശു അവിടെ എത്തി. ഹല്ലേലൂയ. ഇതൊക്കെ നമ്മളോട് പഠിപ്പിക്കുന്ന വലിയ വചന മർമ്മങ്ങളാണ്. ഹല്ലേലൂയ. നമ്മളൊരു കാര്യം എക്സിക്യൂട്ട് ചെയ്യുന്നത് ഹല്ലേലൂയ ഇത്ര സ്പെസിഫിക്കലായിരിക്കണം. അപ്പോൾ ഇതിനകത്ത് അതുകൊണ്ടാണ് യേശു എന്ന് രാവിലെ പ്രാർത്ഥിക്കണത്. രാവിലെ അന്ന്, അതായത് എനിക്ക് ശുശ്രൂഷ ചെയ്യാനുള്ളതല്ലേ എന്നും 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 യേശു പ്രാർത്ഥിച്ച് ഫുൾ ഇൻസ്ട്രക്ഷൻ കിട്ടിയിട്ടാണ് അന്നത്തെ കാര്യം മൊത്തം ചെയ്യണത്. ഹല്ലേലൂയ. അപ്പം ഇത് ഒക്കെ യഥാർത്ഥമായ ഒരു പുതിയ നിയമ ഡിസൈപ്പിളിൻ്റെ ശ്രദ്ധയിൽ വരേണ്ട കാര്യമാണ്. ഇതൊക്കെ സീരിയസ്ലി ഐ ആം എക്സ്പീരിയൻസ് ദിസ് വൺ. അപ്പം ഇത് എല്ലാ കാര്യത്തിലും പറ്റും, എല്ലാ കാര്യത്തിലും പറ്റും. ഇതാണ് വേണ്ടതും. അങ്ങനെയാകുമ്പോൾ മാത്രമേ ആ ആടിൻ്റെ ആ രീതി ആവുന്നുള്ളൂ. ആടുകൾ അവൻ്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. യേശു പിതാവിൻ്റെ ഇൻസ്ട്രക്ഷൻ കറക്റ്റായിട്ട് കേട്ട് അത് ചെയ്യുന്നു, അത് സംസാരിക്കുന്നു. അതേപോലെ തന്നെ യേശു നമ്മുടെ അടുത്തോട്ട് പറയാ, ആടുകൾ അവൻ്റെ ശബ്ദം അറിഞ്ഞ് അവൻ അനുഗമിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ കാര്യം പറഞ്ഞിട്ട് യേശു അത് ചെയ്തില്ലെങ്കിലോ? തെറ്റി. യേശുവും പിതാവുമായിട്ട് ഇരുപ്പോശം തെറ്റി. ഈ കാര്യം എന്തൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചില്ലെങ്കിലോ? പിതാവിൻ്റെ മനസ്സിലിരിക്കുന്നത് യേശു അറിയോ? ഫോർ എക്സാമ്പിൾ ഈ വചനം, യേശുവെ ഇന്ന് ഞങ്ങളോട് നീ സംസാരിക്കുന്ന വചനം എന്താണ് എനിക്കറിയത്തില്ല, ടെൽമി എന്ന് പറഞ്ഞപ്പോഴാണ് ദൈവം തരുന്നത്, അല്ലെങ്കിൽ കറക്റ്റായിട്ട് തരുന്നത്. ഞാനത് ചോദിച്ചില്ലെങ്കിലോ? ഞാൻ പിന്നെ ഇത്രയും നാളത്തെ എൻ്റെയൊക്കെ ബുദ്ധിയും കൊണ്ട് ഞാൻ ഇന്നേ വരെ ചെയ്തിട്ടില്ല കേട്ടോ, സീരിയസ്ലി. അല്ലെങ്കിൽ വേണമെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതായത് ഇത്രയും ബൈബിൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന ആളാണല്ലോ. അപ്പം എന്തെങ്കിലും ഒരു കഥ, അല്ലെങ്കിൽ കഥയല്ല, വചനത്തിൽ നിന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പ്രിയ ദൈവമക്കളെ, ആ വചനം കൊണ്ട് ഒരു ഗുണവുമില്ല, ആർക്കും ഗുണവുമില്ല. എൻ്റെ സമയം പോയി, നിങ്ങളുടെ കേൾക്കുന്നവരുടെ സമയം പോകുന്നതല്ലാതെ പരിശുദ്ധാത്മാവിനവിടെ പ്രവർത്തിക്കണമെങ്കിൽ ഹല്ലേലൂയ, ആമേൻ. പിന്നെ പരിശുദ്ധാത്മാവ് അതിൻ്റെ ഇടയ്ക്ക് കയറി നമ്മുടെ കുറച്ചു മുമ്പ് വായിച്ച, അതായത് എൻ്റെ മനസ്സിൽ ഇതൊക്കെ പ്ലാൻ ആണെങ്കിലും ചിലപ്പോൾ പറഞ്ഞു വരുമ്പോൾ ദൈവം ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആംഗിളിൽ കൂടെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറക്കി ചിലപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തിയൊക്കെ ചെയ്തിരിക്കും. അങ്ങനെയൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ അത്ര കഠിന ഹൃദയനായിരിക്കണം, അല്ലെങ്കിൽ അതായത് ദൈവത്തിനെ ഒട്ടും കേൾക്കാത്ത, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒട്ടും വരാത്ത, പക്കാ ബുദ്ധിയിൽ സംസാരിക്കുന്ന വ്യക്തിയാണെങ്കിൽ
ജസ്റ്റ് വേസ്റ്റ് ഓഫ് ടൈം. അറ്റ്ലീസ്റ്റ് അവൻ വചനം ശുശ്രൂഷിക്കാനെങ്കിലും ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് അലോ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ പരിശുദ്ധാത്മാവ് അപ്പോഴെങ്കിലും ഇറങ്ങി വന്ന് ദൈവത്തിന്റെ കാര്യം ചെയ്തിട്ട് പോകും. ഇത് ബുദ്ധിയുടെ സിസ്റ്റം അല്ല, ആത്മാവിന്റെ സിസ്റ്റമാണ്. ആത്മാവിന്റെ സിസ്റ്റമാ. ഹമേൻ ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനമാ. ദൈവം ഹല്ലേലൂയ. ആ വചനം ജഡമായി തീർന്നതാണ് യേശു. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്വഭാവമാണ്. യേശുവിന്റെ ആ കാര്യങ്ങൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. അതിനൊരിക്കലും ഹല്ലേലൂയ മാനുഷിക ബുദ്ധിയിൽ കാണല്ലേ. ആരാണെങ്കിലും എത്ര വലിയ എക്സ്പീരിയൻസ്ഡ് പ്രീച്ചർ ആണെങ്കിലും ഇത് പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചിട്ട് ഡീൽ ചെയ്യേണ്ടതാണ്. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ഈ വചനത്തിന്റെ കാര്യത്തിലോട്ട് പോകാം. അപ്പൊ ഇത് ഫുൾ ഫാദറിന്റെ പിതാവിന്റെ ഇൻസ്ട്രക്ഷനിലാണ് ഇത് നടന്നു പോകുന്നത്. യേശു അവിടെ ഇവളോട് ചോദിക്കുന്ന ചോദ്യവും, അപ്പൊ യേശുവിന് അറിയാം അവൾ അവിടെ വരുന്നു. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ഓവർ. അതായത് പണ്ടൊക്കെ അങ്ങനെ വിചാരിച്ചിരുന്നു, ഭയങ്കര ഒരു എക്സ്ട്രാ കൊണ്ട് സ്പിരിച്വാലിറ്റി. നോ. ദൈവത്തിന്റെ മിനിമം എല്ലാ ആടിനും വേണ്ട സാധനം അത്. അതായത് നമ്മൾ അത്രയും ആവാത്തത് നമ്മുടെ കുഴപ്പം. പക്ഷെ ദൈവത്തിന് ഒരു ഡിസൈപ്പിളിനെ ഒരു ആടിനെ ആക്കി എടുക്കണമെങ്കിൽ ആടും ഇടയനും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അത്ര ഡീപ്പായിരിക്കണം. ആടിന് ഇടയനെ കേൾക്കാൻ പറ്റണം, ഇടയൻ പറയുന്നത് ആടിനും കേൾക്കാൻ പറ്റണം. ഇതില്ലെങ്കിൽ ഇയാൾ ഡിസേബിൾ വല്ല ഒന്നും ആയിട്ടില്ല. ഹല്ലേലൂയ. ഒന്നും ആയിട്ടില്ല. ഹല്ലേലൂയ. അതായത് ഈ പറഞ്ഞ യേശു ഉള്ളിൽ തന്നെ ഉണ്ടോ എന്ന് സംശയമാണ്. കാരണം യേശു ഉള്ളിൽ തന്നെ കൂടെ ഞാൻ പറഞ്ഞ സ്പിരിച്വൽ എക്സ്ചേഞ്ച് നടക്കണം. സ്പിരിച്വൽ എക്സ്ചേഞ്ച് നടന്ന് അതിന് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ കോൺവെർസേഷനൊക്കെ കേട്ടു തുടങ്ങുകയും അത്രയും പ്രാർത്ഥനയും കാര്യത്തിലോട്ട് വരുമ്പോഴൊക്കെയാണ് യേശുവിന്റെ ആ വലിയ സിസ്റ്റത്തിലോട്ട് ആളെ ഇറക്കുക. ആമേൻ. അപ്പൊ അതൊന്നും ഓവർ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി സ്പിരിച്വാലിറ്റി ആണെന്നൊന്നും പറയല്ലേ. അതൊക്കെ മിനിമം റിക്വയർമെന്റ് ആണ്. അപ്പോ വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു, ഒരാട് ഇടയൻ ബന്ധം എത്ര ഡീപ്പാണോ ആ ഒരു ഡീപ്പായിട്ടുള്ള ബന്ധം വേണം. അല്ലേ? അപ്പൊ സാധാ ഇവിടുത്തെ ഈ ലോകത്തിലെ വ്യക്തികൾ അല്ലെങ്കിൽ യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മളാണ് ഈ പരിശുദ്ധാത്മാവുള്ള ദൈവത്തിന്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഫ്രോണിയോ ഉള്ള വ്യക്തി ജീവിതങ്ങളാണ് യഥാർത്ഥമായ വെളിച്ചത്തിന്റെ സന്തതികൾ. അല്ലാത്ത വ്യക്തി ജീവിതങ്ങളുടെ മാനുഷിക ചിന്തകൾ, മാനുഷികം അല്ലെങ്കിൽ അവരുടെ ഹ്യൂമൻ ഫ്രോണിയോ അവിടെ പുറകിലുള്ളത് സാത്താനും. അതുകൊണ്ടാണ് ഈ അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടുന്നു. നിന്റെ മേലെ യഹോവ ഉദിക്കും, അവന്റെ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷമാവും. അപ്പൊ ഈ യോഹന്നാന്റെ ലേഖനത്തിലും ഉണ്ടല്ലോ ലോകത്തിന്റെ അന്ധകാരത്തിന്റെ അവസ്ഥ. നമ്മൾ വെളിച്ചത്തിന്റെ മക്കളാണ്, ലോകം അന്ധകാരത്തിന്റെ അവസ്ഥ. സിമ്പിളാണ്. അപ്പോൾ എത്ര വലിയ വിശ്വാസിയാണെങ്കിലും ഇത് പത്രോസിന് പറ്റാമെങ്കിൽ എത്ര വലിയ വിശ്വാസികൾക്കും പറ്റാം. യേശുവിന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവിനെ യേശുവിൻ്റെ കൊടുത്തിട്ട് യേശുവിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിച്ചിട്ട് ഈ യേശുവുമായിട്ടുള്ള കോൺവെർസേഷൻ, അതായത് നിങ്ങളുടെ ഫീഡിങ്, നിങ്ങളുടെ ഇൻപുട്ട് ഫീഡിങ്, നിങ്ങളുടെ ഐഡിയോളജി, നിങ്ങൾ ആശയങ്ങൾ സംഗ്രഹിക്കുന്നത് ഈ ഒരു സിസ്റ്റത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ മനുഷ്യരെ പോലെയാണ് നിങ്ങളുടെ ഓരോ ആശയങ്ങൾ എടുക്കുന്നെങ്കിൽ നിങ്ങളുടെ ഫ്രോണിയോ, മാനുഷിക ഫ്രോണിയോയും അതിന്റെ പുറകിലുള്ളത് സാത്താനുമായിരിക്കും. അത് നിങ്ങളെ ഒരിക്കലും രക്ഷയിലെത്തിക്കില്ല. നിങ്ങൾ ടോട്ടലി റൂട്ട് മാറിയ അവസ്ഥയിലാണ്. അല്ലേ? പത്രോസിന് ഇത് പറ്റാമെങ്കിൽ ഏത് വ്യക്തി ജീവിതത്തിനും അത് പറ്റാം. അല്ലേ? പത്രോസിന്റെ അത്രയും ക്ലോസ് ഒന്നും അല്ലല്ലോ നമ്മൾ. അപ്പോൾ കാര്യം മനസ്സിലാക്കുക, പോസിബിലിറ്റീസ് ആർ ദെയർ. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. അല്ലെങ്കിൽ യേശുവിനോട് ചോദിക്കുക, യേശുവെ ഈ വ്യക്തി ഇതിങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നത് ശരിയാണോ? എൻ്റെ ഒരു അപേക്ഷ, ദൈവം ഉണ്ടെന്ന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഈ ദൈവത്തിനോട് ഇയാൾ പറയുന്നത് സത്യമാണോ, എനിക്ക് സത്യം മനസ്സിലാക്കി തരണമേ എന്ന് ആത്മാർത്ഥമായി ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ചോദിക്കുക. എന്നിട്ട് ദൈവം ഒരു കാര്യം പറഞ്ഞു തരും, അല്ലെങ്കിൽ നിങ്ങളെ കൺവിൻസ് ചെയ്യും. ഞാൻ പറഞ്ഞെടുക്കേണ്ട വേറെ, അല്ലെങ്കിൽ ദൈവം തന്നെ നിങ്ങളെ എന്നാ വെച്ചാൽ കൺവിൻസ് ചെയ്യും, വചനത്തിൽ കൂടി എങ്ങനെയും ചെയ്യും. എന്നിട്ട് എന്നോടുകൂടെ പറഞ്ഞാൽ വളരെ ഉപകാരം ഉണ്ടായിരുന്നു. ഇനി ഞാൻ പറയുന്നതിന് ആശയത്തിന് എഗൻസ്റ്റ് ആയിട്ടാണ് ദൈവം പറയണമെങ്കിൽ ഉറപ്പായിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യണം. അത് ഞാനായിട്ട് ഇറക്കിയ ഐഡിയ ഒന്നുമല്ല, പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ച, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എന്നെ
ഹല്ലേലൂയ, പറയാൻ ഏൽപ്പിച്ച, കാണിച്ചു തന്ന, പ്രവർത്തിപ്പിച്ച, മനസ്സിലാക്കിപ്പിച്ച വചന സത്യമാണ് പറയുന്നത്. മറഞ്ഞു കിടക്കുക എന്ന് പറയുന്നത് അത് ഒരു ഫാക്റ്റാണ്. പക്ഷേ എന്നോടത് വെളിപ്പെടുത്തിയ കാര്യമാണ്. ഹല്ലേലൂയ. അത് താല്പര്യമുള്ള ഏത് വ്യക്തി ജീവിതത്തിനും പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയും ചെയ്യും. അപ്പം പരിശുദ്ധാത്മാവ് ഇവിടെ നമ്മളെ ഓർപ്പിക്കുന്ന കാര്യം, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ശരിക്കും യേശുവിൽ നിന്ന് ഫീഡിങ് കിട്ടിയിട്ട്, ഇൻപുട്ട് ഫീഡ് കിട്ടിയിട്ട് വേണം ചെയ്യാൻ. എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം, അതിനകത്ത് ആരൊക്കെ ഇൻവോൾവ് ആകും, അപ്പോൾ എന്ത് പറയണം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മൾ ഇങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ ഫീഡ് എടുക്കുവാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ബുദ്ധി അല്ല, മാനുഷിക ബുദ്ധിയിലല്ല അവിടെ നടക്കുന്നത്, ദൈവിക ബുദ്ധിയിലാണ്. ഓഫ് കോഴ്സ് ദൈവത്തിന് മനുഷ്യനേക്കാളും ബുദ്ധിയുള്ളതുകൊണ്ട് അങ്ങനെ ഹല്ലേലൂയ ആ ഒരു ബുദ്ധിയുടെ മണ്ഡലം, ആ സിസ്റ്റത്തിൽ ദൈവിക ഫ്രോണിയോയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ കിട്ടിയ ആശയം ഈ മനുഷ്യന്റെ ഏത് ആശയ ബുദ്ധിയെക്കാളും ഒക്കെ ഒത്തിരി എക്സീഡ് ചെയ്യും, സൂപ്പർസീഡ് ചെയ്യുന്നതാണ്. ഹല്ലേലൂയ. മുന്നോട്ടുള്ള യാത്രകളിൽ ഇങ്ങനത്തെയൊക്കെ പല അവസ്ഥകൾ വരും. ആ സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട മെത്തേഡാണ് ദൈവം പറഞ്ഞു നൽകുന്നത്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനി അടുത്ത കാര്യത്തിലോട്ട് കിടക്കാം. യേശു ഇവിടെ പറഞ്ഞ കാര്യം, നിനക്ക് യേശുവിനെ കുറിച്ച് അറിയാമായിരുന്നെങ്കിൽ യേശുവിന് നിനക്ക് രക്ഷ തരാൻ പറ്റുമെന്ന് അറിയാമായിരുന്നു, നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്കത് തരികയും ചെയ്യുമായിരുന്നു എന്നാണ് യേശു പറഞ്ഞത്. ഇത് പറഞ്ഞപ്പോ ഇവർക്ക് ഒന്നും മനസ്സിലായിട്ടില്ല എന്ന് വെച്ചാൽ ഒന്നും മനസ്സിലായിട്ടില്ല. ഇപ്പൊ ഇയാളിത് എന്താ ദൈവം ഈ പറയണേ, ഒന്നും മനസ്സിലായിട്ടില്ല, കിളി പോയ അവസ്ഥ. പക്ഷേ ആ കിളി പോയ അവസ്ഥയെ കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ യെസ് ഹല്ലേലൂയ, ഇവളോട് സംസാരിക്കുന്നവരാണ് മശിഹ എന്ന് അവളെ കൊണ്ട് വിശ്വസിപ്പിച്ച് അക്സെപ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് അവളെ കൊണ്ട് സുവിശേഷം അറിയിക്കാൻ പോയ ആ ദൈവത്തിന്റെ ആ കമ്മ്യൂണിക്കേഷന്റെ ആ ഒരു ശൃംഖുണ്ടല്ലോ, പിതാവ് ഹല്ലേലൂയ കാച്ചിക്കുറുക്കി വായിൽ കൊടുത്ത വചനമായി ഇപ്പോഴും നമ്മൾ പ്രസംഗിക്കുന്നത് കാണുന്നത്. ഹല്ലേലൂയ. ആ ഓരോ വാക്കിനും ഒരു വ്യക്തിയുടെ അജ്ഞതയെ മാറ്റി പ്രകാശമാക്കി യേശുവിനെ ഹല്ലേലൂയ മശിഹയായിട്ട് അംഗീകരിപ്പിക്കാൻ ശക്തമാണെങ്കിൽ ഇത് കേവലം ഹല്ലേലൂയ ഒരു ശമരിയക്കാരത്തെ സ്ത്രീയായിട്ട് കൺസിഡർ ചെയ്യല്ലേ. ഈ കാണുന്ന എൻ്റെ ഭൂമിനെ ഒരുമിച്ച് തൂക്കിയാലും അവിടെ ആത്മാവിനോളം വരില്ല, അവിടെ സോളിനോളം വരില്ല ഈ ഭൂമിയുടെ മൊത്തം വാല്യൂ. ഹല്ലേലൂയ. അപ്പോ അതിനെ ഈ ഭൂമിയെക്കാളും വലിയ ഒരു ആത്മാവിനെ ഹല്ലേലൂയ കുറച്ച് വാക്കുകളുണ്ട്, അത് വെറും വാക്കല്ല, പിതാവ് പറഞ്ഞു തരുന്ന സ്പെസിഫിക് ആയ വാക്കുകൾ ഉപയോഗിച്ച് യെസ് പാപിനിയായ സ്ത്രീയെ പാപത്തിന്റെ അവസ്ഥയിൽ നിന്ന് മോചിപ്പിച്ച് ആ പാപം യസമൻ ഏറ്റു പറഞ്ഞ അത് നീ പറഞ്ഞൊക്കെ ശരിയാ, ഞാൻ ഇങ്ങനത്തെ വ്യക്തി തന്നെയാ. ഹല്ലേലൂയ. അതിനുശേഷം ഹല്ലേലൂയ ആ മശിഹ എന്നുള്ള പോയിന്റ് വന്നപ്പോൾ, അതെ നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ. മലയാളത്തിൽ മശിഹ എന്ന് എഴുതിയിട്ടുണ്ട്, പക്ഷെ ഐ ഹു സ്പീക്ക് ടു യു ആം ഹി. അതായത് ദിസ് ഈസ് സംവാട്ട് ലൈക്ക് നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ മോശയോട് ആ മുൾപ്പടർപ്പിൽ പ്രത്യക്ഷമായിട്ട് പറയുന്ന ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറയുന്ന പോലെ ഐ ഹു സ്പീക്ക് ടു യു ആം ഹി, അവൻ ഞാൻ തന്നെയാ. അത് അതായത് കുറച്ച് മുമ്പേ വരെ ഈ യേശു എന്താ പറയണേ, എന്താണ് ജീവന്റെ ജലം ഒന്നും അറിയാത്തവള്. കറക്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് യേശു പറയുകയും അവിടെ ഉത്തരം അവിടെ കണ്ണിന് പ്രകാശം വെക്കുകയും
ഹല്ലേലൂയ. അതായത് ഇവൻ ഈ യേശു സംസാരിക്കുമ്പോൾ ജസ്റ്റ് ഒരു യഹൂദൻ എന്ന് മാത്രമായിരുന്നു അവർക്ക് ആദ്യം അറിയാമായിരുന്നത്. ഹല്ലേലൂയ. ഇതൊക്കെ നമ്മൾ ഒത്തിരി കേട്ട അല്ലെങ്കിൽ പലരും പ്രസംഗിക്കുന്ന കാര്യമാണ്. ഹല്ലേലൂയ. പക്ഷെ എന്തിലും അതിനകത്ത് കാര്യമുണ്ട്. അവളുടെ കാഴ്ചപ്പാട് ജസ്റ്റ് ഒരു യഹൂദനായിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിനുശേഷം ഹല്ലേലൂയ അവനൊരു പ്രവാചകൻ എന്ന് അവൾ സമ്മതിക്കുന്നു. അതിനുശേഷം അവളൊരു അവനൊരു മശിഹ എന്നവള് സമ്മതിക്കുന്നു. നമ്മൾ ആ ഒരു നോർമൽ പ്രസംഗം ഇഷ്ടം പോലെ കേട്ടുകൊണ്ട് ഞാൻ ഐ ഡോണ്ട് വാണ്ട് ടു ജസ്റ്റ് ഗോ ബാക്ക് ഇൻ ടു ദാറ്റ്, ബട്ട് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ ഓവറോൾ കൺസെപ്റ്റ്. നമ്മൾ ഇങ്ങനെ ചെയ്താലോ ഇൻ അവർ ലൈഫ് ടൈം, അതായത് നമുക്ക് ഒത്തിരി ടാസ്ക് ദൈവം വെച്ചിട്ടുണ്ട്. ആ ടാസ്ക് സക്സസ്ഫുൾ ആവണ്ടേ, വിജയിക്കണ്ടേ. അത് നമ്മുടെ പ്രൊഫഷണൽ ആണെങ്കിലും നമ്മുടെ ആത്മീയമാണെങ്കിലും ഇന്നലെയും ഇന്നൊക്കെ യേശു പഠിപ്പിച്ചതനുസരിച്ച് എപ്പോഴും ഒരു ചലഞ്ചായിട്ട് എടുക്കുക. ജയത്തിൽ കുറഞ്ഞ ഒന്നും നമ്മൾ പിടിക്കാൻ പാടില്ല. വി മസ്റ്റ് വിൻ. ഇന്നലെ ഇന്നൊക്കെ പറഞ്ഞതിനകത്ത് ബേസിക് ആയിട്ടുള്ള കാര്യം ഇതാണ്. യേശുവിന്റെ ഇൻസ്ട്രക്ഷൻ എടുക്കാന്നതിന്റെ മാക്സിമം എടുക്കുക. ആ പറഞ്ഞതുപോലെ മാത്രം ചെയ്യുക. തടസ്സമോ പ്രതിബന്ധമോ വന്ന അവന്റെ സഹായം പിടിക്കുക, സഹായം എടുക്കുക. അവൻ എല്ലാം ചെയ്തു തരാൻ പറ്റുമെന്ന് വിശ്വസിക്കുക. ഹല്ലേലൂയ. ചോദിക്കണം, യേശുവിനോട് ചോദിച്ച് കാര്യം ജയിപ്പിച്ചെടുക്കണം. നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാ ഹല്ലേലൂയ. ഈ വചനത്തിൽ ഭയങ്കര ശക്തിയുണ്ട് കേട്ടോ. ഹല്ലേലൂയ. യേശു എന്തിനാ ഇവിടെ വന്നേ? അല്ല, യേശു എന്തിനാ നമ്മളോടൊക്കെ സംസാരിക്കണത്? കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ച് ഏറ്റവും വാല്യുബിളായ സാധനമാണ് നമ്മുടെ സോൾ. ഏറ്റവും വാല്യുബിൾ. അതുകൊണ്ട് അങ്ങനെ കൺസിഡർ ചെയ്യുക. നമ്മുടെ ഈ ഭൂമിയിലെ എന്ത് ടാസ്കോ എന്ത് കാര്യമാണ് ഒരു സോളിന്റെ മുമ്പിൽ അതൊന്നും അല്ല. സർവവും നേടിയാലും ഈ ഒരു ആത്മാവിനോളം വരൂല. അപ്പൊ ഏറ്റവും വിലപിടിപ്പുള്ളതിന് ഒരു കാര്യത്തെ എങ്ങനെ നേടാമെന്ന് കാണിക്കുന്ന ഒരു വേദഭാഗം കൂടാണ് ഇന്നത്തെ അപ്പൊ നമ്മൾ വായിച്ച ഈ വേദഭാഗം. ഏറ്റവും വിലപിടിപ്പുള്ള അവളെ ഒരു വ്യക്തിയെ കൊണ്ട് യേശു മശിഹ എന്ന് അംഗീകരിപ്പിച്ചത്. ഹല്ലേലൂയ. ആ പിതാവിന്റെ ഇൻസ്ട്രക്ഷൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പിതാവ് പറഞ്ഞത് കറക്റ്റായിട്ട് അവളോട് പറയും. അതനുസരിച്ച് ഹല്ലേലൂയ അവളിൽ മാറ്റങ്ങൾ വരികയും അവിടെ കണ്ണുകൾ തുറക്കുകയും. ഹല്ലേലൂയ. ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാ. ഹല്ലേലൂയ. അവിടെ കണ്ണുകൾ പ്രകാശിച്ചില്ലേ? അവിടെ ആ പാപിനിയായ അജ്ഞതയായ ഒരു നോളജുമില്ലാത്ത പാപം പിടിച്ച ആ വ്യക്തി ഹല്ലേലൂയ യേശുവിന്റെ കുറച്ച് വാക്കുകളിലൂടെ ഹല്ലേലൂയ യേശുവിന്റെ കുറച്ച് വാക്കുകളിലൂടെ സംസാരങ്ങളിലൂടെ അവിടെ മേൽ ഹല്ലേലൂയ ആ യഥാർത്ഥ ജ്ഞാനവും ആ പരിജ്ഞാനവും ആ പ്രകാശവും ഹല്ലേലൂയ അവളുടെ മേൽ വരികയും അവൾ യേശുവിനെ മശിഹയായിട്ട് അംഗീകരിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റ് വശമുണ്ട്. ഓപ്പോസിറ്റ് വശം എന്നാണെന്നറിയോ? ഹൗവയും സാത്താനുമായുള്ള കമ്മ്യൂണിക്കേഷൻ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തില് യേശുവിന്റെ സ്ഥാനത്ത് ഈ സാത്താനെ പിടിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നെങ്കിൽ എന്താ സംഭവിക്കണേ? ഹല്ലേലൂയ. ഈ തോട്ടത്തിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നുകയും അത് അരുത്, തൊടുകയും അരുതെന്ന് പറഞ്ഞ ഹൗവ. ഈ സാത്താൻ കുറച്ചു നേരം സംസാരിച്ചപ്പോൾ എന്താ സംഭവിക്കണേ? ഹല്ലേലൂയ. സാത്താൻ കുറച്ചു നേരം ഹൗവയായിട്ട് സംസാരിച്ചപ്പോ 6-ാം വാക്യത്തില് ആ വൃക്ഷഫലം തിന്നുവാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്ന് സ്ത്രീ കണ്ടു, ഫലം പറിച്ചു തിന്നു. ജീസസ്.
അഗൈൻ 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 ഇത് ഇതിനകത്ത് ഭയങ്കര വചനമാർമ്മമുണ്ട്. ദൈവം ആ സമയത്ത് ഇവളിൽ പാപമില്ല. പാപം വരുന്നതിന് മുമ്പുള്ള സംഭവമാണ്. ഫ്രഷ് പ്രൊഡക്റ്റ് ആണ്. പരിശുദ്ധാത്മാവിന്റെ ആ തേജസ്സുള്ള അവിടെ തലയിൽ നമ്മൾ ഈ പറഞ്ഞ മാതിരി അവിടെ ദൈവത്തിന്റെ സ്പിരിറ്റ് വസിക്കുന്ന അവിടെ ചിന്താഗതി ഹല്ലേലൂയ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്ന ഇതാണ്. പക്ഷേ സാത്താന്റെ ഇൻഫ്ലുവൻസിനാൽ, അതുകൊണ്ട് ആ ഫ്രോണിയോടെ ലെവൽ അങ്ങനെ എടുക്കുക. ഇവള് ശരിക്കും പറഞ്ഞാൽ മാനുഷിക ഫ്രോണിയാണ് അവിടെ അപ്ലൈ ചെയ്യുന്നത്. ദൈവിക ഫ്രോണി, ദൈവത്തോട് കൺസൾട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം അല്ല നമുക്കത് മനസ്സിലാകുന്നത്. കാര്യം ആ സമയത്ത് പാപമൊന്നും ഇല്ലെങ്കിൽ കൂടിയും അവൾ സാധാരണ മാനുഷികമായ രീതിയിൽ അവൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ കുറച്ചു മുമ്പ് തൊടാൻ പോലും തയ്യാറല്ലാത്ത ആ വ്യക്തി 6-ാം വാക്യം വന്നപ്പോ അവിടെ ചിന്താഗതി, ആ വൃഷഫലം തിന്നാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം എന്ന് സ്ത്രീ കണ്ടു പറിച്ചു തിന്നു. ഇതിനപ്പുറം എനിക്ക് വേറെ ഒന്നും പറയാനില്ല പ്രിയ ദൈവമക്കളെ. നമ്മുടെയൊക്കെ തല ഇത്രേ ഉള്ളൂ. ഹൗവയ്ക്ക് ഇത് സാധിക്കാമെങ്കിൽ നിങ്ങളുടെയൊക്കെ എത്ര വലിയ ബുദ്ധി എന്ന് പറഞ്ഞ്, എത്ര വലിയ ബുദ്ധിമാനാന്ന് പറഞ്ഞ് അവരുടെയൊക്കെ ചിന്താശക്തി ഇത്രേ ഉള്ളൂ. കുറച്ചു നേരം സാത്താൻ സംസാരിച്ച സാത്താൻ പറയുന്നത് സത്യം തോന്നും. നിങ്ങളുടെ ഐഡിയോളജി, നിങ്ങളുടെ ചിന്താഗതി ഒക്കെ മാറിപ്പോ. നിങ്ങളുടെ ആ വിസറൽ കോഗ്നിറ്റീവ് തിങ്കിങ്ങിനെ മുഴുവൻ സ്വാധീനിക്കുന്നത് സാത്താനാവും. എന്നിട്ട് നിങ്ങൾ പാപവും ചെയ്യും, സാത്താൻ പറയുന്നത് വിശ്വസിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു പറയണത് യൂസ് കീ. യേശു ദൈവമെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? സ്പിരിച്വൽ എക്സ്ചേഞ്ച് നടന്നോ? ഡോണ്ട് അലൗ സാത്താൻ ടു കം നിയർ ടു അസ്. ഒരു കാരണവശാൽ സാത്താന്റെ സ്പിരിറ്റ്, സാത്താന്റെ സിസ്റ്റങ്ങള്, സാത്താൻ ചിന്തകള് ഒന്നും അലൗ ചെയ്യല്ലേ. അതിനെ മാറ്റി നിർത്തുക, സ്റ്റോപ്പ് ചെയ്യുക, പുറത്താക്കി നിർത്തുക. അതുകൊണ്ടാണ് കെട്ടേണ്ടതിനെ കെട്ടുകയും അഴിക്കേണ്ടതിനെ അഴിക്കുകയും ചെയ്യുക. അത് ക്രിസ്ത്യൻ ലൈഫിന്റെ ബേസിക് റിക്വയർമെന്റാ. അല്ലെങ്കിൽ ഇതുപോലെ പറ്റും. ശരിക്കും നമ്മൾ പ്രാക്ടിക്കൽ കേസിൽ സംഭവിക്കുന്നത് എന്താ? നമ്മൾ വചനം കേൾക്കുമ്പോൾ, അതായത് വിളിക്കപ്പെട്ട ദൈവത്തിന്റെ ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവിൽ കണ്ടെടുക്കപ്പെടല ആ വ്യക്തി ജീവിതങ്ങളുടെ പരിശുദ്ധാത്മാവ് ചില സമയത്ത് ചില കാര്യങ്ങൾ സംസാരിക്കും. അവന്റെ ഉള്ളിൽ പ്രകാശം കിട്ടും, അവൻ അതൊക്കെ സമ്മതിക്കും. സമ്മതിച്ചതിന് ശേഷം ഇവന് ഈ ഒരു അറിവില്ലെങ്കിൽ, താക്കോൽ ഉപയോഗിക്കാൻ്റെ അറിവില്ലെങ്കിൽ, ഈ സാത്താനെ അടുപ്പിക്കാൻ പാടില്ല എന്നുള്ള അറിവില്ലെങ്കിൽ, സാത്താൻ നൈസായിട്ട് എങ്ങനെയെങ്കിലും അവൻ്റെ അടുത്ത് കയറി കൂടുകയും സാത്താൻ ചില കാര്യം സംസാരിച്ചു തുടങ്ങിയും അത് ചിലപ്പോൾ നമ്മുടെ ചിന്തയിലൂടെ ആയിരിക്കും. അതുകൊണ്ട് ഈ ബാഡ് തോട്ട്സ്, അത് സാത്താനെ ചിന്ത അലോ ചെയ്യരുത്, അതിനെ സ്റ്റോപ്പ് ചെയ്തതാണ്. അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യണം. സ്റ്റോപ്പ് ചെയ്തതിൽ ഉറപ്പായിട്ട് ഹൗവയ്ക്ക് ഫ്രഷായ ഒരു പാവവും ഇല്ലാത്ത ഹൗവയ്ക്ക് പറ്റാമെങ്കിൽ പിന്നെ മറ്റുള്ള മനുഷ്യർ കാണാൻ പറ്റില്ല. ഉറപ്പായിട്ട് വീണു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഞാനിവിടെ എൻ്റെ വാക്കുകളെ നിർത്താൻ പോവുകയാണ്. നമുക്ക് വളരെ കറക്റ്റായിട്ടുള്ള ചില ഇൻസ്ട്രക്ഷൻ നൽകിയിട്ടുണ്ട്. നമ്മൾ ആ ഇൻസ്ട്രക്ഷനെ വളരെ സീരിയസ് ആയിട്ട് കാണും. ദൈവത്തിൻ്റെ സിസ്റ്റം നമ്മൾ അറിയണം. പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുന്നത് ദൈവികമായ പദ്ധതിയാണ്. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് തന്നെ ഡീൽ ചെയ്യണം. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.